എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ആഹ് നമ്മള് ഈ വിശുദ്ധ കുർബാനയില് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കാറുണ്ടല്ലേ. നമ്മള് വിശുദ്ധ കുർബാന തുടങ്ങുമ്പോൾ 2 ലേഖനങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ മദ്ബഹായുടെ ഒരു വശത്ത് നിന്ന് വായിക്കും, മറ്റേ വശത്ത് നിന്ന് പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കും. അതിന് ശേഷമാണ് ഈ വിശുദ്ധ ഏവൻഗേലിയൻ വായിക്കുന്നത്. അപ്പൊ ഈ ലേഖനങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ കുർബാന ചൊല്ലുന്ന പുരോഹിതൻ രഹസ്യമായിട്ട് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നീ കൈക്കൊള്ളണമേ, നിന്റെ ശ്ലീഹന്മാരുടെയും പ്രത്യേകിച്ച് നിന്റെ സഭയുടെ പണിക്കാരനും പ്രധാന ശില്പിയുമായ പൗലോസ്ലീഹായുടെ കൽപ്പനകൾ അനുസരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ എന്ന്. പിതാക്കന്മാര് പൗലോസ്ലീഹായ്ക്ക് കൊടുക്കുന്ന ഒരു വിശേഷണം എന്ന് പറഞ്ഞാൽ സഭയുടെ പണിക്കാരനും പ്രധാന ശില്പിയും ആണെന്നുള്ളതാണ്. അത് നമുക്കറിയാം, ഈ പൗലോസ്ലീഹായാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഏതൊരു ക്രിസ്ത്യാനിയും ചെയ്യേണ്ട ഒരു അത്യാവശ്യ കാര്യം കൂടിയാണ്. ഞാനൊരു ആമുഖമായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ. ഈ വർഷം സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിന്റെ മർത്തോറിയ സമാജം കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം പഠിക്കാനായിട്ടാണ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കൊരിന്ത്യ ലേഖനത്തിന്റെ 1-ാം കൊരിന്ത്യ ലേഖനം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമ്മള് ഈ വർഷം അതിന്റെ ആദ്യത്തെ 7 അധ്യായങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അത് ഒരു 7-8 മാക്സിമം ഒരു 8 ക്ലാസ്സുകളിലൂടെ ഒരു 7 അധ്യായങ്ങൾ പഠിക്കാമെന്നാണ് ഞാൻ പഠിക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നമ്മള് കൊരിന്ത്യ ലേഖനത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലൂടെ ഒന്നുകൂടെ ഒരു റീക്യാപ്പ് പോലെ അതിലൂടെ ഒന്ന് കടന്നു പോകാനും, അങ്ങനെ ഒരു കൊരിന്ത്യ ലേഖനത്തിന്റെ 2 കൊരിന്ത്യ ലേഖനങ്ങളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്. ഇനി നമ്മള് 2-ാം കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളിൽ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നതും ഇല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വായിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങളുണ്ട്. 1-ാം കൊരിന്ത്യ ലേഖനം അങ്ങനെ ഒരു ലേഖനം, റോമ ലേഖനം, ഗലാത്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, എഫേസ്യ ലേഖനം, പിന്നെ ഒരു തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം ഒക്കെ നമ്മള് ഈ ആവർത്തിച്ച ആരാധനയിലും അല്ലാത്തുള്ള വായനകളിലും ഒക്കെ, എന്നാൽ നമ്മള് അധികം ടച്ച് ചെയ്യാത്ത കൊരിന്ത്യ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളും ഉണ്ട്. ആ കൂട്ടത്തിലാണ് ഈ 2-ാം കൊരിന്ത്യ ലേഖനം പലപ്പോഴും വരുന്നത്. മാത്രമല്ല, അത് വായിക്കുമ്പോഴും നമുക്ക് മറ്റു ലേഖനങ്ങൾ വായിക്കുന്നതിൽ നിന്ന് 2-ാം കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ ഭാഷയിലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഒരു ഇച്ചിരി അടുപ്പക്കുറവ് പോലെ തോന്നുക സ്വാഭാവികമാണ്. അതിന്റെ ലാംഗ്വേജിന്റെ പ്രത്യേകതയും അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളുടെ പ്രത്യേകതയൊക്കെ കൊണ്ടാണ്. എന്നാൽ ഈ 2-ാം കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ ഒരാള് അത് വായിക്കുമ്പോൾ വളരെ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അതൊരുപാട് ഓട്ടോബയോഗ്രാഫിക്കലാണ്. പൗലോസ്ലീഹ ഞാൻ എന്റെ അപ്പോസ്തലത്വം അല്ലെങ്കിൽ എന്റെ പ്രവർത്തനം, ഞാൻ സുവിശേഷം വഹിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ കഷ്ടത എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരുപാട് എന്റെ കാര്യങ്ങൾ പൗലോസ്ലീഹായുടെ ഒരു ദാറ്റ്സ് ലൈക്ക് ആൻ അപ്പോളജി ഓഫ് ഹിസ് ഓൺ ലൈഫ് ആണ് ഈ 2-ാം കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ 2-ാം കൊരിന്ത്യ ലേഖനം ഒരേ സമയത്ത് പൗലോസ്ലീഹ സ്നേഹത്തോടെ സംസാരിക്കുകയും കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ലേഖനം കൂടിയാണ്. ആദ്യത്തെ ഒരു 7 അധ്യായങ്ങൾ വായിച്ചു നോക്കുമ്പോൾ, നമ്മൾ പഠിക്കുന്ന 7 അധ്യായങ്ങൾ വായിക്കുമ്പോൾ
വളരെ എൻകറേജിംഗ് ആയിട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. എന്നാലൊരു 10 കഴിഞ്ഞ് 10, 11, 12, 13 12ലും 13ലും ഒക്കെ ആയിട്ട് വരുമ്പം പൗലോസ് ഈ കൊരിന്ത്യരെ നല്ല ഒരു ഹാർഷ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അവരെ ഇപ്പൊ ശകാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അന്നേരം അതാണ് ഈ ഒരു ലാംഗ്വേജ് വൈസിലും ടോൺ വൈസിലും ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അന്നേരം അത് അത് മനസ്സിലാക്കുക നമുക്കറിയാമല്ലോ. പൗലോസ് ലേഖനം എഴുതിയത് 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ AD 50, 55 കാലഘട്ടത്തിലുള്ള ഒരു സഭയിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. നമുക്ക് വേണ്ടി നമ്മളോടല്ല പറയുന്നത് അല്ലേ? പക്ഷെ നമ്മളതിന്റെ റീഡേഴ്സ് ആകുന്നു. നമ്മളതിന്റെ മോഡേൺ റീഡേഴ്സ് ആണ്. പക്ഷെ മോഡേൺ റീഡേഴ്സിന് ഒറിജിനൽ റീഡേഴ്സിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് അത് അത് എല്ലാ ലേഖനങ്ങളും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ ലേഖനം എഴുതിയ സാഹചര്യം, ലേഖനം ആർക്ക് എഴുതി, ഏത് സാഹചര്യത്തിൽ എഴുതി, അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയെങ്കിലേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഹിസ്റ്ററി നമ്മളൊന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യണം. അതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു സംഗതി. അതിനാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ആ ടെക്സ്റ്റിന്റെ ഒരു ഒരു സാഹിത്യ ഭാഷ, ഒരു ലിറ്റററി അനാലിസിസ് കൂടെ നമ്മൾ നടത്തണം. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വാചകങ്ങൾ ഉപയോഗിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയെങ്കിലേ എഴുതിയത് എന്തിനാണെന്ന് മനസ്സിലാകത്തുള്ളൂ. അതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ചെയ്യുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയുണ്ട്. നമുക്ക് എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും ഒരു 2000-ന് മുമ്പുള്ള ഒരു എഴുത്തിലൂടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അത് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണെന്നെങ്കിൽ ആ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പൗലോസിന്റെ ലേഖനങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ എഴുതി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഞാൻ 2000-ന് മുന്നിൽ എന്ന് പറഞ്ഞാൽ ഈ ഫോണും ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ മലയാളികള് ഗൾഫ് നാടുകളിലേക്കും ഇപ്പം 70s മുതൽ തന്നെ ഈ മലയാളികൾ എമിഗ്രേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എഴുത്ത് മൂലമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ. നമ്മൾ മാസത്തിൽ ഒരു എഴുത്താണ് നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്, അതിനൊരു എഴുത്ത് തിരിച്ചു വരും. ആ ഒരു എഴുത്തെന്ന് പറയുന്നത് അത് ആ ഒരു മാസത്തെ അവിടുത്തെ ആ ഒരു കുടുംബത്തിലെ ആൾക്കാരുടെ ഒരു ലൈഫ് ഹിസ്റ്ററി ആ എഴുത്തിൽ കാണും. അതിനകത്ത് ചോദ്യങ്ങൾ കാണും, അതിനകത്ത് കൺസേൺസ് കാണും, അതിനകത്ത് ഈ പല ഡെവലപ്മെന്റ്സ് കാണും. ഇതെല്ലാം അങ്ങോട്ട് എഴുതി അയക്കുമ്പോൾ അവിടെ നിന്ന് ഇതിനെല്ലാം മറുപടി പറഞ്ഞുകൊണ്ടാണ് ഒരു എഴുത്ത് തിരിച്ചു വരുന്നത് അല്ലെ? അത് ഭാര്യ ഭർത്താവിനായിരിക്കും അയക്കുന്നത്, ഇല്ലെങ്കിൽ പെങ്ങള് ആങ്ങളയ്ക്കായിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ അപ്പന് മകനായിരിക്കും അയക്കുന്നത്. അന്നേരം ആ എഴുത്തുകള് അവര് തമ്മിൽ ഉള്ള ഒരു സോൾഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ്. അത് പുറത്തുനിന്ന് ഒരാള് വായിച്ചാൽ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലായെങ്കിലേ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അത് ആ ഒരു അനാലജി വെച്ചിട്ട് നമ്മൾ ഈ പൗലോസ്ലീഹായുടെ എഴുത്തുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒന്ന് ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അന്നേരം അതാണ് നമ്മൾ ഈ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അതാണ്. അതെ. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ചെയ്തത് കാണാമല്ലോ അല്ലെ? കാണാം. കഴിഞ്ഞ വർഷം നിങ്ങൾ 1-ാം കൊരിന്ത്യ ലേഖനം പഠിച്ചപ്പോ ഈ കൊരിന്ത്യ പട്ടണത്തെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? കൊരിന്ത്യ നമ്മൾ ആ ഒരു സിറ്റി ഓഫ് കൊരിന്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ബാക്ക്ഗ്രൗണ്ട് ഈ സിറ്റി ഓഫ് കൊരിന്തിനെ പറ്റി പറയുമ്പോൾ, കൊരിന്ത്യ പട്ടണത്തെ പറ്റി പറയുമ്പോൾ ഏത് കമന്ററി എടുത്ത് വായിച്ചാലും കൊരിന്ത്യ പട്ടണം അതൊരു എന്തു പറയുന്നത്, വളരെ കൾച്ചറലി ആൻഡ് എക്കണോമിക്കലി വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റി എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ എപ്പോഴും പരിചയപ്പെടുത്തുന്നത്.
കൊരിന്തിയ പട്ടണം എന്ന് പറയുന്നത് ആഹ് നിങ്ങള് ഈ മാപ്പ് നോക്കി. ആഹ് അതായത് ആഹ് നോർത്തിൽ മാസിഡോണിയ, മാസിഡോണിയയ്ക്ക് തൊട്ട് താഴെ ഗ്രീസ്, ഗ്രീസിൽ നിന്ന് ഗ്രീസിന്റെ ആ മെയിൻലാൻഡിൽ നിന്ന് താഴേക്ക് മാറി കിടക്കുന്ന ഒരു ഒരു മുനമ്പ് പോലുള്ള ഒരു സ്ഥലമുണ്ട്. ആഹ് അത് അത് അന്നേരം ഈ ഗ്രീസിന്റെ മെയിൻലാൻഡിനും ഈ മുനമ്പിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഉം. ഉണ്ട്. ഞാൻ ഇതാണ് ഗ്രീസ്. ഞാൻ കഴ്സർ വെച്ചേക്കുന്നത് കാണുന്നുണ്ട്. ആ, ഇതാണ് ഗ്രീസ് എന്ന് പറയുന്നത്. ഗ്രീസിന് മുകളില് മാസിഡോണിയ, ഇതിന് താഴെ ഈ പെലോപ്പനേസിസ് എന്ന് പറയുന്ന ഒരു മുനമ്പുണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായിട്ട് വരുന്നത്. അന്നേരം ഇതിന് വലതുവശം അല്ലെങ്കിൽ ഇതിന് ഈസ്റ്റ് എന്ന് പറയുന്നത് ഏഷ്യ മൈനർ ആണ്. ഏഷ്യ മൈനർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തുർക്കിയാണ്. ഇതിന്റെ വെസ്റ്റ് എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് കൊരിന്ത് എന്ന് ഇവിടെ കാണും. അതിന്റെ ഇപ്പുറത്ത് അഡ്രിയാറ്റിക് സീ ആണ്. അഡ്രിയാറ്റിക് സീയുടെ വെസ്റ്റില് ഇറ്റലിയാണ്. അതായത് ഏൻഷ്യന്റ് റോം ആണ്. അന്നേരം ഏൻഷ്യന്റ് റോമിനും ഏഷ്യയ്ക്കും ഇടയിലായിട്ട് കിടക്കുന്ന ഒരു 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 ഭൂഭാഗമാണ് ഈ ഗ്രീസും ഗ്രീസിന്റെ താഴോട്ട് കിടക്കുന്ന ആ ഒരു മുനമ്പും. ആ മുനമ്പിന്റെ ഇടയിലുള്ള ഒരു പട്ടണമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. അന്നേരം നിങ്ങൾ ആ ഭൂപടം അല്ലെങ്കിൽ ആ മാപ്പ് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാം, ഈ കൊരിന്ത് എന്ന് പറയുന്ന പട്ടണത്തിന് രണ്ട് വശത്തും രണ്ട് കടലുകളുണ്ട്. ഗൾഫ് ഓഫ് കൊരിന്ത് എന്നും സറോണിക് ഗൾഫ് എന്നും വിളിക്കുന്ന രണ്ട് കടലുകളുണ്ട്. ഈ രണ്ട് കടലുകളുടെ ഇടയിൽ കിടക്കുന്ന ഒരു ചെറിയ കരഭാഗമാണ് ഈസ്മസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതൊരു കരയിടുക്കാണ്. ആ കരയിടുക്കാണ് ഗ്രീസിനെ ഈ പെലോപ്പോനേസിസ് എന്ന് പറയുന്ന പട്ടണവുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. ആ കരയിടുക്കിലാണ് കൊരിന്ത് വരുന്നത്. അന്നേരം അതുകൊണ്ട് തന്നെ കൊരിന്തിനെ പറ്റി ഏഹ് അന്നത്തെ കാലത്തെ ജോഗ്രഫി സ്ട്രാബോ എന്ന് പറയുന്ന ഒരു ജോഗ്രഫി റൈറ്റർ പറയുന്നത് കൊരിന്ത് ദ സിറ്റി ഓഫ് ടു സീസ് എന്നാണ്. രണ്ട് കടലുകളുടെ പട്ടണം എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അത് അത് തന്നെയാണ് ഈ കൊരിന്തിന്റെ വളരെ പ്രത്യേകതയുള്ള ഒരു സംഗതി. ഇച്ചിരൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഭൂപടം മാപ്പ് കാണാം. അതായത് ഇത് ഗ്രീസിന്റെ താഴെ ഇത് പെലോപ്പൊനേസസ് എന്ന് പറയുന്ന ആ ഒരു അതൊരു പെനിസുലയാണ്. ആ പെനിസുലയെ ഗ്രീസുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ഇടനാഴിയാണ് ഈസ്മസ് ആണ്. അവിടെയാണ് കൊരിന്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അതിന് വെസ്റ്റില് റോം, ഇറ്റലി, ഇതിന്റെ ഈസ്റ്റില് ടർക്കി. അപ്പോ നമുക്കറിയാമല്ലോ, അന്നത്തെ കാലത്ത് പ്രധാനപ്പെട്ട ഗതാഗത മാർഗം എന്ന് പറയുന്നത് കപ്പൽ മാർഗമാണ്. ചരക്കുകൾ നീക്കം ചെയ്യുന്നതെല്ലാം കപ്പൽ മാർഗമാണ്. അന്നേരം ഈ ഏഷ്യയുടെ ഈ വെസ്റ്റ് സൈഡിൽ നിന്ന്, അതായത് ഇന്നത്തെ തുർക്കിയുടെ വെസ്റ്റ് എഫേസൂസും ഒക്കെ വരുന്ന ആ സ്ഥാനത്ത് നിന്ന് ഒരു കപ്പല് ഇങ്ങനെ യാത്ര ചെയ്ത് ഇതുവഴി യാത്ര ചെയ്താലേ ഇപ്പുറത്ത് യൂറോപ്പിന്റെ തീരത്ത് എത്തത്തുള്ളൂ. അതൊരു ലോങ് റൂട്ടാണ്. ആ ലോങ് റൂട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഏഷ്യയിൽ നിന്ന് വരുന്ന ഈ കപ്പലുകളും ചെറിയ ബോട്ടുകളും ഒക്കെ ഈ സാധന സാമഗ്രികളുമായിട്ട് വരുമ്പോൾ അവര് ഈ ഷോറിൽ വരും. ഈ ഷോറിൽ വന്നിട്ട് ആ ഷോറിൽ അവിടെ ഒരു ഹാർബർ ഉണ്ട്. അതാണ് കെങ്ക്രയ എന്ന് പറയുന്ന ഹാർബർ. ആ കെങ്ക്രയ എന്ന് പറയുന്ന ഹാർബറിൽ വന്നതിന് ശേഷം ഒന്നുകിൽ ഈ സാധനങ്ങൾ അവിടെ ഇറക്കി ആ സാധനങ്ങളും ബോട്ടും, അല്ലെങ്കിൽ ആ സാധനങ്ങളോട് കൂടെ തന്നെ ബോട്ടിനെ ഈ കര ഈ ഈ ഈ കരയിലൂടെ ഇപ്പുറത്തെ കടലിൽ എത്തിക്കും. അതായത് ഗൾഫ് ഓഫ് കൊരിന്തിൽ എത്തിക്കും. എന്നിട്ട് ആ ഗൾഫ് ഓഫ് കൊരിന്തിൽ നിന്ന് നേരെ അഡ്രിയാറ്റിക് സീയിലേക്ക് പോകും. അഡ്രിയാറ്റിക് സീയിൽ നിന്ന് റോമിലേക്ക്, ഇറ്റലിയിലേക്ക് പോകാനായിട്ട് പറ്റും. അന്നേരം അതിന്റെ മധ്യത്തിലാണ് ആ ആ ആ വഴിയിലാണ് കൊരിന്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഇതുവഴി ഇവിടുന്ന് വരുന്ന മുഴുവൻ കച്ചവടങ്ങളും ഇതുവഴി വന്നിട്ട് ഇവിടെ ഈ ലാൻഡിൽ കയറി വീണ്ടും ഈ ഗൾഫിലേക്ക് ഇറങ്ങി
ഈ ഗൾഫിൽ നിന്ന് അഡ്രിയാറ്റിക്കിലേക്ക് പോയി അഡ്രിയാറ്റിക്കിൽ നിന്ന് റോമിലേക്ക് പോകുന്നു. അന്നേരം അതാണ് കൊരിന്തിന്റെ പ്രത്യേകത. അന്നേരം അത്രയും വലിയ ഒരു ട്രാഫിക് നടക്കുന്ന ഒരു ഏരിയയാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ഇനി അതെ ഈ മാപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവണിക് ഗൾഫിലൂടെ ഈ ഈ ഈസ്മസിൽ വന്നിട്ട് ആ ഇവിടെ ഒരു വര വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് ആ വരയിലൂടെയാണ് അതിനൊരു പേരുണ്ട്. അന്നത്തെ ഡയോൽക്കോസ്. ഡയോൽക്കോസ് എന്ന് പറഞ്ഞാൽ ഹൗളിംഗ് അക്രോസ് എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം. ഇവിടെ അന്നത്തെ കാലത്ത് തന്നെ BC-യിൽ തന്നെ ഇവിടെ ഒരു സ്റ്റോൺ പാവ്മെന്റ് ഉള്ള ഒരു റോഡ് ഉണ്ടായിരുന്നു. ഇത്രയും ഈ കര അപ്പുറം കടക്കാനായിട്ട്. അന്നേരം ആ സ്റ്റോൺ പാവ്മെന്റ് റോഡിലൂടെ ഈ ഇവിടുന്ന് ഈ ചരക്കുകളുമായിട്ട് വ്യാപാരികൾ ഈ ഗൾഫ് ഓഫ് കൊരിന്തിൽ വരികയും സർവണിക് ഗൾഫിൽ നിന്ന് ഗൾഫ് ഓഫ് കൊരിന്തിൽ വരികയും അവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോവുകയും ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അന്നേരം അതാണ് അന്നേരം ഇവിടെ കെങ്ക്രയ എന്ന് പറയുന്ന ഒരു ഹാർബറും ഇവിടെ ലക്കേനിയം എന്ന് പറയുന്ന ഇപ്പുറത്തെ വശത്തെ ഹാർബർ, ഈ രണ്ട് ഹാർബറുകളുടെ ഇടയിലൂടെ കരയിലൂടെ സാധനങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. ആ വഴിയുടെ തീരത്താണ് ഈ വഴിയുടെ മധ്യത്തിലാണ് കൊരിന്ത് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് കൊരിന്തിന്റെ വാണിജ്യപരമായ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല ഈ രണ്ട് കടലുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊരിന്ത് ഒരു ഫെർട്ടൈൽ ലാൻഡ് കൂടെയായിരുന്നു. വളരെ ഈ സ്പ്രിങ്സും ഒക്കെ ഉണ്ടായിരുന്ന വാട്ടറിന്റെ അവൈലബിലിറ്റി ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് അതൊരു പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു നാട് കൂടെയായിരുന്നു. അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിന് മുമ്പ് 10-ാം നൂറ്റാണ്ട് വരെ, BC 10-ാം നൂറ്റാണ്ട് മുതൽ BC 1-ാം നൂറ്റാണ്ട് വരെ ഉള്ള ഒരു കാലഘട്ടത്തിൽ അതൊരു ഗ്രീക്ക് ടൗൺ ആയിട്ട് അതിന്റെ ഹിസ്റ്ററിയിൽ നമുക്ക് കാണാനായിട്ടും കഴിയും. അവിടെ പ്രധാനപ്പെട്ട ചില വ്യവസായങ്ങൾ, അതായത് BC 7th സെഞ്ചുറിയിൽ തന്നെ ഈ കൊരിന്ത്യൻ വെയർ എന്നുള്ള രീതിയിൽ ടെറാക്കോട്ട കൊണ്ട് കൊരിന്തിൽ ഉണ്ടാക്കുന്ന പാത്രങ്ങൾ, അത് അന്നത്തെ വേൾഡിൽ ഫേമസ് ആയിരുന്നു. നമ്മളിപ്പം കോർണിങ്ങിന്റെ ഇതൊക്കെ പറയുന്ന ഈ പാത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് കൊരിന്തിൽ ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. അതോടൊപ്പം തന്നെ ബ്രോൺസ്, അറിയാം, സിൽവറും ഗോൾഡും വരുന്നതിന് മുമ്പ് പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ബ്രോൺസ് എന്ന് പറയുന്നത്. ബ്രോൺസ് ഈ കൊരിന്തില് കൂടുതൽ അവൈലബിളും, അതുകൊണ്ട് ബ്രോൺസ് വെച്ചുള്ള പാത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ കൂടെയായിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. അതൊക്കെയാണ് അതിന്റെ എന്ത് പറയുന്നത്, കൊമേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു വന്നത്, അത് ഒരു ഗ്രീക്ക് പട്ടണമായിരുന്നു. അന്ന് ഈ ഒരു ഏരിയ മുഴുവനും ഇവിടെയുള്ള ഈ പട്ടണങ്ങളെല്ലാം കൂടി ചേർന്ന് അതൊരു അഖായിയൻ ലീഗ് എന്നുള്ള രീതിയിൽ ഏറെ പട്ടണങ്ങൾ ചേർന്നിട്ട് ഒരു ലീഗ് പോലെ, നമുക്ക് ലീഗ് ഓഫ് നേഷൻസ് എന്നൊക്കെ പറയുന്ന ഒരു ലീഗ് ഓഫ് സിറ്റീസ് ആയിട്ട് അത് സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നു. സ്വയം ഭരണമുള്ള പല പട്ടണങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഗ്രീക്ക് കൾച്ചറുള്ള പല പട്ടണങ്ങളാണ്. അതിന്റെ പേരുകളാണ് ഈ കിടക്കുന്നത്. ഡൽഹിയും ഡാഫ്നയും ഏഥൻസും താഴെ ഈസ്മിയ, സ്പാർട്ട, അങ്ങനെ അതിലൊരു പട്ടണമാണ് കൊരിന്ത്. അന്നേരം ഈ പട്ടണങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു ലീഗ് ഓഫ് സിറ്റീസ് ആയിട്ടാണ് അന്ന് ഇരുന്നത്. പക്ഷേ ഒരു BC ഒരു 2-ാം നൂറ്റാണ്ട്, BC ഒരു 147 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ പട്ടണങ്ങളുടെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും റോമൻ ഗവൺമെന്റ് ഇതിനകത്തേക്ക് ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ റോമക്കാർ അവിടെ വന്ന് ഒരു യുദ്ധം നടത്തുകയും അങ്ങനെ ലൂസിയസ് മമ്മിയസ് എന്ന് പറയുന്ന ഒരു റോമൻ ഗവർണർ 146 ഈ കൊരിന്ത് കീഴടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നിട്ട് പൂർണ്ണമായിട്ടും ആ സിറ്റിയെ നശിപ്പിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാർ മുഴുവനും അടിമയായിട്ട് കൊണ്ടുപോവുകയും
ബാക്കിയുണ്ടായിരുന്ന സ്ഥലങ്ങൾ മുഴുവനും ബേൺ ഔട്ട് ചെയ്ത് കത്തിച്ച് കളഞ്ഞ് അത് മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. റോമൻ എംപയർ വികസിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ BC 2-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ഒരു അങ്ങനെ ഏകദേശം 100 വർഷത്തോളം ഈ കൊരിന്ത് അൺഇൻഹബിറ്റഡ് ആയിട്ട് ആൾക്കാരും ഇല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് BC 44-ല് ജൂലിയസ് സീസർ മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള സമയം ഈ ജൂലിയസ് സീസർ ഒരു പ്രത്യേകം ഡിക്ലറേഷൻ ഇറക്കുകയും ഈ കൊരിന്തിനെയും അറിയാം, കാർത്തേജ് കേട്ടിട്ടുണ്ടല്ലോ. കാർത്തേജ് എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയുടെ മുകളറ്റത്ത് ഉള്ള നോർത്ത് വെസ്റ്റ് ആഫ്രിക്ക, നമ്മുടെ ഇന്നത്തെ ഈജിപ്തിന്റെ സ്ഥാനത്തുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണമായിരുന്നു. ഈ കൊരിന്തിനെയും കാർത്തേജിനെയും രണ്ട് കോളനികളായിട്ട്, റോമൻ കോളനികളായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ജൂലിയസ് സീസർ ഒരു ഡിക്ലറേഷൻ നടത്തുകയും അതിന്റെ തൊട്ട് പിന്നാലെ ജൂലിയസ് സീസറിന്റെ മരണത്തിന് ശേഷം റോമൻ കോളനിയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാനും തുടങ്ങി. സാധാരണ രീതിയിൽ ഈ റോമക്കാർ ഒരു നാട് പിടിച്ചെടുത്ത് ആ നാട് അവിടെ മുഴുവൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങൾ മുഴുവൻ അവർ ലൂട്ട് ചെയ്തുകൊണ്ട് പോകും. എന്നിട്ട് റോമിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് പിന്നീട് അതൊരു കോളനി ആക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വെറ്ററൻസിനെ കൊണ്ട് താമസിപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഈ കൊരിന്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൊരിന്ത് ഒരു കോളനിയായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അവിടെ വെറ്ററൻസിനെ അല്ല കൊണ്ടുവന്നത്, മറിച്ച് ഈ റോമൻ എംപയറിലുള്ള ഒരുപാട് പലതരത്തിലുള്ള പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ കൊരിന്തിലേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ കൊരിന്തിലെ പുതിയ സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ, റോമൻ സെറ്റിൽമെന്റ് ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും, ഈ ഗ്രീക്കുകാരും ലാറ്റിൻ സംസാരിക്കുന്ന റോമക്കാരും യഹൂദന്മാരും റോമിൽ നിന്നുള്ള അല്ലെങ്കിൽ റോമൻ കോളനികളിൽ നിന്നുള്ള യഹൂദന്മാരും, അങ്ങനെ ഒരു മൾട്ടി കൾച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ അവിടേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവിടെ ഒരു പുതിയ ഒരു റോമൻ കോളനി ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ റോമൻ കോളനികളുടെ എല്ലാം പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോമൻ എംപയറിലെ സിറ്റി ഓഫ് റോമിന്റെ മിനിയേച്ചർ ആയിട്ടാണ് ഈ കോളനികൾ പണിയുന്നത് തന്നെ. അങ്ങനെ ഒരു പുതിയ ഒരു കോളനി അവരവിടെ പണിഞ്ഞ് അത് അന്നേരം BC ഒരു 44-ന് ശേഷമാണ്, അതായത് BC 44-ലാണ് ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് അങ്ങനെ പുതിയ കോളനി അവിടെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്. അതാണ് ഈ പൗലോസിന്റെ തൊട്ട് മുമ്പ്, പൗലോസ് അവിടെ വരുന്നതിന് തൊട്ട് മുമ്പുള്ള കൊരിന്തിന്റെ കോണ്ടെക്സ്റ്റ് അതാണ്. ഗ്രീക്ക് പട്ടണമായിരുന്നു. ഗ്രീക്ക് പട്ടണം റോമക്കാര് കീഴടക്കി അതിനുശേഷം ഒരു റോമൻ കോളനി ആയിട്ട് അവരത് ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അന്നേരം റോമൻ കോളനി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഒരു 100 വർഷം, ആദ്യത്തെ 100 വർഷത്തിനുള്ളിലാണ് പൗലോസ് അവിടേക്ക് വരുന്നത്. അതാണ് അന്നേരം സിറ്റിയുടെ സാഹചര്യം എന്ന് പറയുന്നത്. ഇനി കൊരിന്തിൽ പൗലോസ്ലീഹ വരുന്നത് AD 50-51 സമയത്താണ്. അത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മള് ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അങ്ങനെ തുടങ്ങണമെന്നാണ് വിചാരിച്ചത്. നമ്മള് പ്രധാനമായിട്ട് വായിക്കേണ്ട ഒരു ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാല് അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായം. അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായത്തിലാണ് ഈ കൊരിന്ത്യയിലേക്കുള്ള മിഷണറി പ്രവർത്തനത്തിന്റെ ഒരു റിപ്പോർട്ട്, പൗലോസിന്റെ കൊരിന്ത്യ മിഷണറി പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് ലൂക്കോസ് അവതരിപ്പിക്കുന്നു. അവിടെ 18-ൽ പറയുന്നുണ്ട്, ഏഥൻസ് വിട്ട്, അഥേന വിട്ടിട്ട് കൊരിന്തിൽ ചെന്നു. അങ്ങനെ കൊരിന്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇറ്റലിയയിൽ നിന്ന് വന്ന അക്വിലാസും പ്രിസ്കില്ലയും അവിടെ ഉണ്ടായിരുന്നു. അവരോടൊപ്പം പൗലോസ് അവിടെ സുവിശേഷം പറയാനായിട്ട് തുടങ്ങി എന്നുള്ളത് പറയുന്നത് ഈ അപ്പോസ്തല പ്രവർത്തികൾ 18-ാം അധ്യായത്തിലാണ്. അത് അതിന്റെ കാലം കാലഗണന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും AD 51-ലാണ് അത് നടന്നത്. കൃത്യമായിട്ട് നമ്മളത് പറയാനൊരു കാരണമുണ്ട്. ഈ അപ്പോസ്തല പ്രവർത്തികളിനകത്ത് അങ്ങനെ വായിച്ചു വരുമ്പോൾ 12-ാമത്തെ ഒരു ഗല്ലിയോൻ എന്നൊരാളെ പറ്റി പറയുന്നുണ്ട്. ഗല്ലിയോൻ എന്ന് പറയുന്നത്
കൊരിന്ത്യ പട്ടണത്തിന്റെ റോമൻ ഭരണാധികാരിയാണ്, ദേശാധിപതി. ഗല്ലിയോൻ അഖായിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലോസിനെതിരെ അവർ എഴുന്നേറ്റിട്ട് ഈ ഗല്ലിയോന്റെ മുമ്പിൽ, ഇംഗ്ലീഷിൽ ഗല്ലിയോൻ എന്നൊരാളുടെ മുമ്പിൽ, ഒരു ദേശാധിപതിയുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ഗല്ലിയോന് അങ്ങനെ ന്യായം വിധിക്കാനായിട്ട് അല്ലെങ്കിൽ കുറ്റം ചാർത്താനായിട്ട് കൊണ്ടു നിർത്തുന്നതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഈ ഗല്ലിയോന്റെ കാലഘട്ടം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഗല്ലിയോൻ പ്രൊകൗൺസിലായിട്ട് വരുന്നത് ജൂലൈ 1 AD 51 ജൂൺ വരെയാണ്. ഒരു വർഷമാണ് പുള്ളിക്കാരൻ അവിടെ റോമൻ എംപയറിന്റെ ഗവർണറായിട്ട് കൊരിന്തിലുണ്ടായിരുന്നു. അന്നേരം അത് നമുക്ക് ഹിസ്റ്റോറിക്കൽ രേഖകളിൽ നിന്ന് ഈ ഗല്ലിയോൻ അല്ലെങ്കിൽ ഗാലിയോയുടെ ഒരു പീരീഡ് നമുക്ക് അറിയാനായിട്ട് പറ്റും. അന്നേരം ആ ഗല്ലിയോന്റെ മുമ്പിലാണ് യഹൂദന്മാര് പൗലോസിനെ കൊണ്ട് പിടിച്ചു നിർത്തുന്നതും ഇവൻ യഹൂദന്മാരെ തെറ്റിക്കാനായിട്ട് വന്നതാണെന്ന് പറയുന്നു. അന്നേരം ഗല്ലിയോൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല, അവനെ നിങ്ങൾ തന്നെ ന്യായം വിധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവരിന്നലെ കൂടിയ ജനം എല്ലാം കൂടെ സിനഗോഗ് പ്രമാണിയെ പിടിച്ച് അടിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ 18-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അന്നേരം അതുകൊണ്ടാണ് ആ ഒരു ഗല്ലിയോന്റെ പീരീഡ് എന്ന് പറയുന്നത് 51 ജൂലൈ ടു ജൂൺ 52 ആണ്. അതായത് ഈ പ്രോ കൗൺസിൽ ഓരോ വർഷവും ഓരോ ഗവർണറിനെ കൊരിന്തിലേക്ക് വിടും. അത് ജൂലൈ 1 ഓരോരുത്തരും വന്ന് ചാർജ് ചെയ്യുന്നത്. അടുത്ത ജൂൺ വരെ അയാൾ അവിടെ കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ഒരു ഗവർണറാണ് ഈ ഗല്ലിയോൻ. 18-ാം അധ്യായത്തിൽ ഈ പറയുന്ന ഗല്ലിയോൻ എന്ന് പറയുന്നത്. ആ ഗല്ലിയോന്റെ പീരീഡിലാണ് പൗലോസ്ലീഹ അവിടെ വരുന്നതും അവിടെ വന്നിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം അവിടെ പ്രസംഗിക്കുന്നു. അങ്ങനെ ആദ്യം മറ്റുള്ളിടത്ത് പോയി പ്രസംഗിക്കുന്നത് പോലെ തന്നെ അതിനൊരു ഒരു രീതി ഉണ്ടല്ലോ. അതായത് ആദ്യം സിനഗോഗിൽ പ്രസംഗിക്കും. സിനഗോഗിൽ പ്രസംഗിച്ചു കഴിയുമ്പോൾ യഹൂദന്മാർ ഒരുമിച്ച് ചേർന്നിട്ട് പൗലോസിനെതിരെ പ്രവർത്തിക്കുമ്പോൾ സിനഗോഗിന് പുറത്ത് വരും. പിന്നീട് മറ്റ് ജാതികൾ, യഹൂദന്മാരല്ലാത്തവരോട് പോയി പ്രസംഗിക്കും. അങ്ങനെ കൺവെർട്ടായിട്ട് ആൾക്കാർ ക്രിസ്ത്യാനികളായിട്ട് വരുന്നു. അത് പിന്നെ വീടുകൾ ചേർന്നുള്ള വീട്ടിനകത്ത് ആരാധിക്കുന്ന സഭയായിട്ട് മാറുന്നു. അങ്ങനെ കുറച്ച് മനുഷ്യരുടെ പേരൊക്കെ എന്ന് പറയുന്നുണ്ട്. ക്രിസ്പോസ്, അവിടെ ക്രിസ്ത്യാനികളായിട്ട് വന്ന ആൾക്കാരുടെ പേരുകൾ അവിടെ 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അന്നേരം അതാണ് പൗലോസ്ലീഹായുടെ ആദ്യത്തെ കൊരിന്തിലെ മിഷണറി പ്രവർത്തനം എന്ന് പറയുന്നത്. ഇപ്പൊ കാണുന്ന ഈ പൗലോസ്ലീഹായുടെ മിഷണറി യാത്രകളുടെ ഒരു മാപ്പാണ്. അതിനകത്ത് രണ്ടാമത്തെ മിഷണറി യാത്രയാണ് ഈ മഞ്ഞ വരയിൽ കാണുന്നത്. ആ മഞ്ഞ വരയിൽ അതിനകത്ത് ഏഥൻസിൽ വന്നിട്ട് ആദ്യം മാസിഡോണിയയിൽ നിന്ന് തെസലോനിക്ക, മഞ്ഞ വര നോക്കണം. ആന്റിയോക്കിൽ നിന്ന് ട്രോവാസിലെത്തി, ട്രോവാസിൽ നിന്ന് ഫിലിപ്പിൽ നിന്ന് തെസലോനിക്കയിൽ നിന്ന് ഏഥൻസിൽ വരുന്നു, ഏഥൻസിൽ നിന്ന് കൊരിന്തിൽ വരുന്നു, കൊരിന്തിൽ നിന്ന് പിന്നീട് വീണ്ടും സ്മിർണ ഏരിയയിലേക്ക് പോകുന്നു. അന്നേരം ഈ സെക്കൻഡ് മിഷണറി യാത്രയിലാണ് ഈ ഫിലിപ്പിയൻസിലെ സഭ സ്ഥാപിക്കുന്നത്, തെസലോനിക്കയിലെ സഭ സ്ഥാപിക്കുന്നത്. എന്നിട്ട് തെസലോനിക്കയിൽ നിന്നാണ് ഏഥൻസിൽ എത്തുന്നത്, ഏഥൻസിൽ നിന്നാണ് കൊരിന്തിൽ വരുന്നത്. അന്നേരം കൊരിന്തിൽ വന്ന് അവിടെ 18 മാസം താമസിച്ചതായിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. അന്നേരം ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അന്നത്തെ യാത്രകള് ഈ വിന്ററിൽ യാത്രകൾ നടക്കത്തില്ല. ലേറ്റ് ഫോളിൽ തൊട്ട് വിന്റർ തീരുന്നിടം വരെ ഒരാൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ താമസിക്കും. എന്നിട്ട് വിന്റർ കഴിഞ്ഞ് സ്പ്രിങ് തുടങ്ങി സ്പ്രിങ്ങിലും സമ്മറിലും ഒക്കെയാണ് യാത്ര നടക്കുന്നത്. അതുകൊണ്ട് ഈ എഴുത്തുകൾ എഴുതി അയക്കുന്നതും ഈ കപ്പലുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും ഒക്കെ പലപ്പോഴും സ്പ്രിങ്, സമ്മർ, എയർലി ഫോൾ, ഈ ഒരു സമയത്തായിരിക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്. വിന്ററിൽ ചെല്ലുന്നിടത്ത് താമസിക്കുക എന്നുള്ളതാണ് രീതി. അന്നേരം അങ്ങനെ 18 മാസം അവിടെ താമസിച്ചതിന് ശേഷം അവിടെ ഒരു സഭ സ്ഥാപിച്ച് അവിടുത്തെ തന്നെയുള്ള ആൾക്കാരെ അതിന്റെ നേതൃത്വത്തിൽ ഏൽപ്പിച്ചതിന് ശേഷം
പൗലോസ്ലീഹ അവിടുന്ന് പോവുകയാണ്. അതാണ് 52-ന് മുമ്പായിട്ട് തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. അവിടുന്ന് പോയി അത് 18 അവസാനിക്കുമ്പോ അക്കരം 18-ന്റെ 18-ൽ പറയുന്നുണ്ട്, പൗലോസ് പിന്നെയും കുറെ നാൾ പാർത്ത ശേഷം സഹോദരന്മാരോട് യാത്ര പറഞ്ഞിട്ട് തനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ കെംക്രയിൽ വെച്ച് തല ക്ഷൗരം ചെയ്തിട്ട് പ്രിസ്കില്ലയോടും അക്വിലാസിനോടും കൂടെ കപ്പൽ കയറി സിറിയയിലേക്ക് പുറപ്പെട്ടു എഫേസോസിലെത്തിയിട്ട് അവിടെ എഫേസോസിൽ നിന്ന് പിന്നെ സിസറിയയിലേക്ക് പോയി, പിന്നീട് യെരുശലേമിലേക്ക് പോകുന്നു. അന്നേരം തിരിച്ച് യെരുശലേമിൽ ചെല്ലുമ്പോൾ ആ യാത്ര അവസാനിക്കുന്നുണ്ട്. അതാണ് കൊരിന്തിലെ ആദ്യത്തെ സന്ദർശനം. അത് 18 മാസം എടുത്ത് അവിടെ താമസിച്ചു. അവിടെ പ്രധാനപ്പെട്ട ചില മനുഷ്യരെയൊക്കെ കൺവെർട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ റോമിൽ നിന്ന് വന്ന അക്വിലയുടെയും പ്രിസ്കില്ലയുടെയും സഹായം പൗലോസിന് കിട്ടി. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഈ 18 മാസം താമസിക്കുന്നിടത്ത് അവരുടെ ജോലി, ഈ അക്വിലാവിന്റെയും പ്രിസ്കില്ലയുടെയും ജോലി എന്ന് പറയുന്നത് കൂടാരം ഉണ്ടാക്കുകയായിരുന്നു. ആ ജോലി അവരോടൊപ്പം ചേർന്ന് പൗലോസും ചെയ്ത് ജീവിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫിലിപ്പിയ സഭ ഈ പൗലോസ്ലീഹായ്ക്ക് ഒരു സഹായം കൊടുക്കുന്നത് കൂടി ഉണ്ട് അവിടെ. അത് ഫിലിപ്പിയ ലേഖനം വായിക്കുന്ന 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. മാസിഡോണിയയിൽ ഇരിക്കുമ്പോഴും നിങ്ങൾ എനിക്ക് സഹായം തന്നു എന്ന് പറയുന്നുണ്ട്. ഈ മാസിഡോണിയയിൽ നിന്നാണ് കൊരിന്തിലേക്ക് വരുന്നത്. മാസിഡോണിയയിൽ നിന്ന് ഞാൻ പോരുന്നതിന് ശേഷം നിങ്ങൾ എന്നെ സഹായിച്ചു എന്ന് ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 14-15 പറയുന്നുണ്ട്, ഞാൻ മക്കതോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. ഇത് മാസിഡോണിയയിൽ നിന്ന് പുറപ്പെട്ടിട്ടാണല്ലോ ഈ കൊരിന്തിലേക്ക് വരുന്നത്. ഈ കൊരിന്തിലെ യാത്രയും അതിനകത്തുണ്ട്. അത് അങ്ങനെയാണ് പൗലോസ്ലീഹ ഈ കൊരിന്തിലെ സഭ സ്ഥാപിക്കപ്പെടുന്നതിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായമാണ് അതിന്റെ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്. പിന്നീട് കൊരിന്ത്യ ലേഖനത്തില് 1-ാം കൊരിന്ത്യ ലേഖനത്തില് പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഞാൻ സഭ സ്ഥാപിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വേദപുസ്തകത്തിന് പുറത്ത് നമുക്കൊരു അറ്റസ്റ്റേഷൻ കിട്ടുന്നത് എവിടാന്ന് ചോദിച്ചാല് ക്ലെമന്റിന്റെ 1-ാം ലേഖനം എന്ന് പറഞ്ഞൊരു ലേഖനമുണ്ട്. അത് 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം എഴുതിയ ഒരു ലേഖനമാണ്. ആ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, ക്ലെമന്റിന്റെ 1-ാം ലേഖനം എന്ന് പറയുന്നത്, നമ്മൾ പിന്നീട് അവസാനത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ പറയും. ക്ലെമന്റിന്റെ 1-ാം ലേഖനം എന്ന് പറയുന്നത് റോമിലെ ക്രിസ്ത്യാനികള് കൊരിന്തിയിലെ ക്രിസ്ത്യാനികൾക്ക് എഴുതുന്ന ഒരു എഴുത്താണ്. അന്നേരം ആ എഴുത്തിനകത്ത് പറയുന്നുണ്ട്, പൗലോസ്ലീഹയുടെ അവിടെ പ്രത്യേകിച്ച് ആ എഴുത്തിനകത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ പൗലോസ്ലീഹയുടെ എഴുത്തുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് വായിക്കണം, എന്നാലേ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ഇങ്ങനെ അതൊരു വേദപുസ്തകത്തിന് പുറത്തുള്ള ഒരു അറ്റസ്റ്റേഷൻ ആണ്. കൊരിന്ത്യയിൽ സഭ സ്ഥാപിച്ചത് പൗലോസ്ലീഹ ആണെന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ. അന്നേരം അങ്ങനെ 51-ൽ ഈ സഭ സ്ഥാപിച്ചതിന് ശേഷം പൗലോസ്ലീഹ അവിടുന്ന് കൊരിന്തിൽ നിന്ന് പോയിട്ട് തിരിച്ച് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിടത്ത് സഭ സ്ഥാപിക്കുന്നു, അവിടുന്ന് തിരികെ പോകുന്നു. പിന്നീടുള്ള ആ സഭയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എഴുത്തെഴുതുന്നത് വഴിയാണ്. എഴുത്തെഴുതുകയും തന്റെ പ്രതിനിധികളെ, ഡെലിഗേറ്റ്സുകളെ പറഞ്ഞു വിടുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞു വിടുന്ന ഡെലിഗേറ്റ്സുകളാണ് തിമോത്തിയോസും തീത്തോസും ഒക്കെ അങ്ങനെ പറഞ്ഞു വിടപ്പെടുന്ന ഡെലിഗേറ്റ്സുകളാണ്. അന്നേരം 51-ൽ അവിടുന്ന് പോയി. അതിനുശേഷം നമുക്കറിയാവുന്ന ആദ്യത്തെ ലേഖനം എന്ന് പറയുന്നത് 1-ാം കൊരിന്ത്യ ലേഖനമാണ്. 1-ാം കൊരിന്ത്യ ലേഖനം എഴുതുന്നത് പൗലോസ്ലീഹ 51-ൽ അവിടെ പോയതിനു ശേഷം എഫേസോസിൽ ചെല്ലുന്ന സമയത്താണ്. അത് ഏകദേശം ഒരു 4 വർഷത്തെ ഗ്യാപ്പ്, ഒരു 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. AD 54-ലാണ് ആ എഴുതുന്നത്. ആ എഴുതുമ്പോൾ പൗലോസ്ലീഹയുടെ 1-ാം ലേഖനം വായിക്കുമ്പോൾ നമുക്ക് ഒരു ഹിന്റ് കിട്ടും. അതല്ല പൗലോസ്ലീഹ ആദ്യം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്ന് പറയുന്നത്.
ഒന്നാം കൊരിന്ത്യർ ലേഖനം 5:9 വായിക്കുമ്പം ദുർനടപ്പുകാരോട് കൂടി സംസർഗം അരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്നൊരു വാചകം. ഐ ഹാവ് ഓൾറെഡി റിട്ടൺ ടു യു അബൌട്ട് സംതിങ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ഇമ്മോറൽ ആയിട്ടുള്ള ആൾക്കാരോട് കൂട്ടുകൂടരുത് എന്ന് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്. അത് പക്ഷേ അതവിടെ പറയുന്നതിന്റെ സാഹചര്യം ആ ഇമ്മോറൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് എന്നുള്ളത് അവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ടായി ആ സഭയിൽ. എന്നിട്ട് പൗലോസ്ലീഹ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഒന്നാം കൊരിന്ത്യർ ലേഖനം എഴുതുന്നതിന് മുമ്പ് തന്നെ വേറൊരു ലെറ്റർ പോള് കൊരിന്ത്യർക്ക് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ലെറ്റർ ലോസ്റ്റ് ആയി പോയിട്ടുണ്ട്. നമുക്കത് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ലെറ്ററിനെ നമുക്കൊരു ലെറ്റർ എ എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കല്പികമായിട്ട് വിളിക്കാം. ആ ലെറ്റർ എ എന്ന് പറയുന്നത് ഈ 1 കൊരിന്ത്യൻസ് 5:9 പറയുന്ന ലേഖനമാണ്. അത് റിയാലിറ്റിയിൽ അന്നേരം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലെറ്റർ ബി ആണ് നമ്മുടെ മുമ്പിൽ നമ്മുടെ വേദപുസ്തകത്തിൽ ഇരിക്കുന്ന കാനോനിക്കലായിട്ടുള്ള ഒന്നാം കൊരിന്ത്യർ ലേഖനം എന്ന് പറയുന്നു. അത് ഒന്നാം കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അത് വളരെ വളരെ പ്ലെയിനും വളരെ എവിഡന്റും ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ്. പൗലോസ്ലീഹയുടെ ആദ്യ സന്ദർശനം കഴിഞ്ഞതിന് ശേഷം പൗലോസ്ലീഹായ്ക്കുള്ള ചില കൺസേണുകളാണ് ആ ലെറ്ററിൽ പറയുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അവിടെ പൗലോസ്ലീഹ എഴുതി തുടങ്ങുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 11 പറയുന്നുണ്ട്, സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു. ക്ലോയി എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ക്ലോയി അല്ലെങ്കിൽ ക്ലോവയുടെ ആളുകൾ വന്ന് പൗലോസ്ലീഹയോട് പറയുകയാണ്, കൊരിന്ത്യ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പൗലോസ് പോയതിന് ശേഷം അപ്പല്ലോസ് എന്നൊരാൾ അവിടെ വരികയും അയാൾ പൗലോസിനേക്കാൾ കൂടുതൽ എന്താ പറയുന്നത് ടാലന്റഡ് ആണെന്നോ സ്മാർട്ട് ആണെന്നോ ഒക്കെ ഈ കൊരിന്ത്യയിലെ സഭക്കാർക്ക് തോന്നുകയും അന്നേരം പൗലോസ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അപ്പല്ലോസിനോട് കൂടെ നിൽക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു സ്പ്ലിറ്റ് അവിടെ ഉണ്ടാകുന്നു. ആ സ്പ്ലിറ്റ് പൗലോസ്ലീഹ മനസ്സിലാക്കുന്നത് ഈ ക്ലോയയുടെ ആൾക്കാര് വന്ന് പൗലോസിനോട് ഈ കാര്യങ്ങൾ പറയുമ്പോഴാണ്. പിന്നീട് 1-ാം കൊരിന്ത്യർ ലേഖനത്തിന്റെ 7 വരുമ്പം 7 തുടങ്ങുന്നിടത്ത് 7-ാം അധ്യായം തുടങ്ങുന്നിടത്ത് വേറൊരു സൂചനയുണ്ട്. നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്തെന്നാൽ എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസിനെ പറ്റി കൊരിന്ത്യ സഭക്കാര് തന്നെ ഒരു എഴുത്തെഴുതി പൗലോസിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. അതിൽ ഈ 2 കമ്മ്യൂണിക്കേഷനുകളാണ് 1-ാം കൊരിന്ത്യ ലേഖനം എഴുതാനുണ്ടായ കോണ്ടക്സ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പർപ്പസ് എന്ന് പറയുന്നത്. ഈ ക്ലോയയുടെ ആൾക്കാർ വന്ന് കൊരിന്ത്യ സഭയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റി പറയുന്നത് ഈ കൊരിന്ത്യയിലെ സഭക്കാര് തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെ പറ്റി പൗലോസ്ലീഹായോട് എഴുതി ചോദിക്കുന്നു പറഞ്ഞു. അന്നേരം ഇത് രണ്ടുമാണ് ഈ 1-ാം കൊരിന്ത്യ ലേഖനം എഴുതുന്നതിനുള്ള സാഹചര്യം. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത്. അന്നേരം അത് ഈ 1 മുതൽ 6 വരെയുള്ള ചാപ്റ്ററുകൾ വായിക്കുമ്പോൾ നമുക്ക് ഈ അപ്പല്ലോസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിനുള്ള ഡിഫൻസുമാണ്. അതിനുശേഷം ഈ 7 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരെഴുതി ചോദിക്കുന്ന കാര്യങ്ങൾ എന്തുവാണെന്ന് നമുക്ക് അതിന്റെ ഉത്തരം കൊടുക്കുന്നിടത്ത് മനസ്സിലാകും. ഒരു പ്രധാനപ്പെട്ട സംഗതി കല്യാണം കഴിക്കണോ വേണ്ടയോ എന്നുള്ളതാ. അത് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കുന്നത് ശരിയാണോ, അതുപോലെ തന്നെ പങ്കാളികളിൽ ഒരാള് ക്രിസ്ത്യാനിയും ഒരാള് ക്രിസ്ത്യാനി അല്ലാതെ ഇരുന്നാൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയാണ് അവരുടെ സംശയങ്ങൾ. പിന്നെ ഒരു സംശയം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് അന്യമതങ്ങളുടെ ആരാധനാലയങ്ങളിൽ അർപ്പിക്കുന്ന ആഹാര സാധനങ്ങൾ ഞങ്ങൾ കഴിക്കാൻ പറ്റും, അതായിരുന്നു വേറൊരു ചോദ്യം. പിന്നീടുണ്ടാകുന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ഈ പബ്ലിക് വർഷിപ്പിൽ, അതായത് പൊതു ആരാധനയില് ഈ ജനങ്ങള് അല്ലെങ്കിൽ ആരാധന നയിക്കുന്നവര് അല്ലെങ്കിൽ ആരാധനയിൽ പങ്കെടുക്കുന്നവര് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഭാഷാവരം വരുന്നത്. പ്രവചനപരം, ഭാഷാപരം, അങ്ങനെ ഈ സ്പിരിച്വൽ ഗിഫ്റ്റുകള് എങ്ങനെയാണ് മനുഷ്യര് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന സംശയങ്ങളും ചോദ്യങ്ങളും. അന്നേരം ആ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉള്ള മറുപടിയാണ് അതിന്റെ കൂട്ടത്തിൽ പൗലോസ്ലീഹ ഈ വിശുദ്ധ കുർബാനയെ പറ്റി പറയുന്നുണ്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറയുന്നുണ്ട്. ഇതൊക്കെയാണ് 1 കൊരിന്ത്യർ ലേഖനത്തിലെ പ്രധാനപ്പെട്ട സംഗതികൾ, പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. അന്നേരം 1 കൊരിന്ത്യർ ലേഖനം അവിടെ അന്നേരം അത് അവർക്ക് അയച്ചു കൊടുത്തു. AD 54-ലാണ്. അന്നേരം അതിനുശേഷം ഇതിന്റെ ഇടയ്ക്ക് തീമോത്തിയോസിനെ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് തീമോത്തിയോസ് തിരിച്ചു വരുന്ന വന്നിട്ട് അവിടെ വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പൗലോസ്ലീഹായ്ക്ക് ഒരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ പൗലോസ്ലീഹ ഒരു സ്വിഫ്റ്റ് ആയിട്ടുള്ള ഒരു വിസിറ്റ് കൊരിന്ത്യയിലേക്ക് നടത്തുന്നു. ആ സ്വിഫ്റ്റ് ആയിട്ടുള്ള വിസിറ്റ് നടത്തുകയും അതിനോടൊപ്പം തന്നെ ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു ലെറ്റർ, ഒരു പെയിൻഫുൾ ലെറ്റർ കൊരിന്ത്യ ലേഖനത്തിന് എഴുതി അയക്കുന്നതായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അത് 2 കൊരിന്ത്യ ലേഖനത്തിലാണ് അതിന്റെ സൂചനയുള്ളത്. 2 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 3-4 വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ അവിടെ ഒരു പെയിൻഫുൾ ലെറ്ററിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുതെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നില്ല. ഞാൻ ഇത് തന്നെ എഴുതിയത്, ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടവരായാൽ ദുഃഖം ഉണ്ടാകരുതെന്ന് വെച്ചും എന്റെ സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിച്ചിരിക്കൊണ്ടുമാണ്. അവിടെ ഞാൻ ഇത് തന്നെ എഴുതിയത്, ഒരു പാസ്റ്റ് ടെൻസിൽ അത് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എഴുതിയത് ഇന്ന കാരണം കൊണ്ടാണ്, നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല എഴുതിയത്. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ നിങ്ങൾ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം എഴുതി തന്നത്. പക്ഷെ അത് നിങ്ങളെ വിഷമിപ്പിച്ചു. അത് 7-ാം അധ്യായത്തിലും അത് പറയുന്നുണ്ട്. 7:8 പറയുന്നുണ്ട്, ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുൻപേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ആ ലേഖനം എന്ന് പറഞ്ഞ് വേറൊരു ലേഖനത്തെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അതൊരു പെയിൻഫുൾ ലെറ്റർ ആയിട്ടാണ്, അതായത് പൗലോസ്ലീഹ ആ ലേഖനം എഴുതി അത് കൊരിന്ത്യ സഭയിൽ വായിച്ചപ്പോൾ അവർക്ക് ഒരുപാട് വിഷമമുണ്ടായി. ആ വിഷമമുണ്ടായി, അതുകൊണ്ടാണ് അതിനെ ഒരു പെയിൻഫുൾ ലെറ്റർ അല്ലെങ്കിൽ ടിയർഫുൾ ലെറ്റർ എന്ന് വിളിക്കുന്നത്. ആ ലെറ്ററും നമ്മുടെ കയ്യിലില്ല. അതിന്റെ സൂചന ഈ 2-ാം കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നേ മാത്രമേ ഉള്ളൂ. അന്നേരം ആദ്യം ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, ആ ലെറ്റർ നമ്മുടെ കയ്യിലില്ല. 2ാമത് എഴുതിയ ലെറ്റർ ആണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന കൊരിന്ത്യ ലേഖനം. 3ാമതൊരു ലെറ്റർ എഴുതി, അതൊരു ടിയർഫുൾ ആയിട്ടുള്ള, ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ലെറ്റർ ആണ്, അത് നമ്മുടെ കയ്യിലില്ല. 4ാമത് പൗലോസ്ലീഹ എഴുതുന്ന ലെറ്റർ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന 2-ാം കൊരിന്ത്യ ലേഖനം എന്ന് പറയുന്നത്. ആ 2-ാം കൊരിന്ത്യ ലേഖനം എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ പഠിക്കുന്ന ലെറ്റർ എഴുതാനുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെയിൻഫുൾ ലെറ്റർ എഴുതിയതാണ് ഈ ലെറ്റർ എഴുതാനുള്ള, അതിനെ തുടർന്നുള്ള 2-ാം കൊരിന്ത്യ ലേഖനം എഴുതാനുള്ള സാഹചര്യം എന്ന് പറയും. അവിടെ കൊരിന്ത്യ സഭയിൽ എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് തീമോത്തിയോസ് വന്ന് പൗലോസിനോട് പറയുന്നു. പൗലോസ് അതിന് വളരെ ഹാർഷായിട്ടുള്ള ഒരു ലെറ്റർ എഴുതുന്നു. ആ ലെറ്റർ എഴുതുമ്പോൾ അത് വായിച്ചിട്ട് അവിടുത്തെ ആൾക്കാർക്ക് വളരെ മനപ്രയാസം ഉണ്ടാകുന്നു. ആ മനപ്രയാസം ഉണ്ടായി എന്ന് മനസ്സിലാക്കിയിട്ട് തീത്തോസിനെ വീണ്ടും കൊരിന്ത്യ സഭയിലേക്ക് പറഞ്ഞു വിടുന്നു. അപ്പൊ തീത്തോസ് കൊരിന്ത്യ സഭയിൽ നിന്ന് തിരിച്ചു വന്ന് പൗലോസിന് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആ റിപ്പോർട്ടും
ഈ ആദ്യം എഴുതിയ പെയിൻഫുൾ ലെറ്ററും തീത്തോസിന്റെ റിപ്പോർട്ടുമാണ് രണ്ടാം കൊരിന്ത്യ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ അല്ലെങ്കിൽ ആദ്യത്തെ 7 അധ്യായങ്ങൾ നമുക്ക് വിളിക്കാം. ആദ്യത്തെ 7 അധ്യായങ്ങള് ഇവരെ ഒരുപാട് ഈ കൊരിന്ത്യ സഭയിലെ മനുഷ്യരെ എൻകറേജ് ചെയ്യുകയാണ് പൗലോസ്ലീഹ ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു, പക്ഷെ നിങ്ങൾ ഉൾക്കൊണ്ടു, നിങ്ങൾ മാനസാന്തരപ്പെട്ടു, അത് നിങ്ങൾക്ക് നല്ലതിനായിട്ട് തീരും എന്നൊക്കെ ഒരു നമ്മളത് ഈ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വായിച്ചു വരുമ്പോൾ നമുക്കത് മനസ്സിലാകും. അവരെ അങ്ങോട്ട് എൻകറേജ് ചെയ്യുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം, നിങ്ങളുടെ സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കണം. ഞാൻ എഴുതിയത് കൊണ്ട് നിങ്ങൾ അത് മനസ്സിലായി, നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത്. അതാണ് നമ്മുടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഈ ലേഖനത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന് വേറൊരു പ്രശ്നമുണ്ട്. ഈ രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാല്, രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 2 ഭാഗങ്ങൾക്ക് 2 ടോണാണ്. ആദ്യത്തെ 9 അധ്യായങ്ങളുടെ ടോൺ അല്ല 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളുടെ ടോണ്. ഈ രണ്ടാം കൊരിന്ത്യ ലേഖനം തുടങ്ങുമ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാനും തിമോത്തിയോസും ചേർന്നാണ് നിങ്ങൾക്ക് ഇത് എഴുതുന്നെന്ന് പറയുന്നുണ്ട്. പൗലോസിനോട് കൂടെ തിമോത്തിയോസ് ഉണ്ട്. അന്നേരം ആദ്യത്തെ 9 അധ്യായങ്ങളിൽ വരെ ഈ ഞങ്ങൾ എന്നുള്ള ഒരു പ്രയോഗത്തിലാണ്, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറലിലാണ് ഇവർ പറയുന്നതല്ല. എന്നാൽ 10 തൊട്ട് ഇങ്ങോട്ട് വായിച്ചു തുടങ്ങുമ്പോൾ ഈ ഞങ്ങൾ മാറിയിട്ട് ഞാനായിട്ട് മാറും, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ട് മാറും. അവിടെ പൗലോസ്ലീഹ ഞാൻ എന്നുള്ള ഒരു പ്രയോഗം നടത്തും. മാത്രമല്ല, ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ പിന്നെ ഇച്ചിരി ഹാർഷാണ് ലാംഗ്വേജ്. അതുവരെ ഉപയോഗിച്ചിരുന്ന ആ ഒരു എൻകറേജിങ് ലാംഗ്വേജിൽ നിന്ന് മാറി അല്പം കൂടെ ഹാർഷായിട്ടുള്ള ഒരു ലാംഗ്വേജ് പ്രയോഗിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ 8ലും 9ലും 8ഉം രണ്ടാം കൊരിന്ത്യ ലേഖനം 8ഉം 9ഉം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. അത് പറയുന്നത് ഇസ്രായേലിന്റെ സഭയ്ക്ക്, യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ യഹൂദന്മാരുടെ സഭയ്ക്ക് വേണ്ടി ഒരു ധനസമ്പാദനം നടത്താനായിട്ട് കൊരിന്ത്യ സഭയോട് പൗലോസ്ലീഹ അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1-ാം കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാനായിട്ട് അവർക്ക് അങ്ങോട്ട് ഉത്സാഹം വരുന്നില്ല. ഈ തീത്തോസിനെ പറഞ്ഞു വിടുന്നതും ഈ ധനശേഖരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അന്നേരം അതിനെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 8ഉം 9ഉം എഴുതിയിരിക്കുന്നത്. 2-ാം കൊരിന്ത്യ ലേഖനത്തിലെ 8ഉം 9ഉം എഴുതിയിരിക്കുന്നത്. എന്നാൽ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളില് ഈ ധനസമ്പാദനത്തെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെന്ന് മാത്രമല്ല, അവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഈ കൊരിന്ത്യയിലുള്ള മനുഷ്യർക്ക് അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഈ യെരുശലേമിലെ സഭയ്ക്ക് വേണ്ടി പൗലോസ്ലീഹ പണം പിരിക്കാൻ പറയുന്നത് പൗലോസ്ലീഹയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണം പിരിക്കാൻ വേണ്ടിയിട്ടാ പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ പൗലോസ്ലീഹ അല്പം മുഷിഞ്ഞ് അവരോട് പറയുന്നുണ്ട്. 12-ാം അധ്യായം വായിക്കുമ്പോൾ അറിയാം. 12ന്റെ 17 ചോദിക്കുന്നു, ഞാൻ നിങ്ങളുടെ അയച്ചവരിൽ വല്ലവനെ കൊണ്ടും നിങ്ങളോട് വല്ലതും വഞ്ചിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. 15 ചോദിക്കുന്നുണ്ട്, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവായി പോകുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അധികമായി സ്നേഹിച്ചാൽ നിങ്ങൾ എന്നെ അല്പമായി സ്നേഹിക്കുന്നുവോ? ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല എങ്കിലും ഉപായിയായിട്ട് കൗശലം കൊണ്ട് നിങ്ങളെ കൈവശമാക്കി നിങ്ങൾ പറയുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അവര് നന്നായിട്ട് വഴക്ക് പറയുകയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉപായം പ്രയോഗിച്ചിട്ടൊന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ ഒരു ടോൺ ചേഞ്ച് ഉണ്ട്. ആ ടോൺ ചേഞ്ചിനെ നമ്മള് അത് വ്യാഖ്യാനിച്ച് പഠിക്കുമ്പോൾ കൂടുതൽ പേരും പറയുന്നത് ഈ 2-ാം കൊരിന്ത്യ ലേഖനം 2 എഴുത്തുകൾ ചേർത്ത് വെച്ചിരിക്കുന്നതാണെന്ന് പറയും. അതായത് ഈ 10 മുതൽ 13 വരെയുള്ളത് വേറൊരു ലേഖനമാണ്. അത് അല്പം കൂടെ ഒരു സാഹചര്യം, അതായത് ഞാൻ പറഞ്ഞില്ല 1 മുതൽ 7 വരെയുള്ള
ഉണ്ട്. അധ്യായങ്ങള് എൻകറേജിങ് ആണ്. തീത്തോസ് വന്ന് പറയുകയാണ്, നിന്റെ പെയിൻഫുൾ ആയിട്ടുള്ള ലെറ്റർ കേട്ടിട്ട് അവർ മാനസാന്തരപ്പെട്ടു. അവര് 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 നല്ല രീതിയിലാണ്, സുവിശേഷത്തിന് അനുയോജ്യമായിട്ട് അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പൗലോസ് ലീഹ അല്പം കൺസൊലേറ്റഡ് ആയിട്ടാണ് ആ ലെറ്റർ എഴുതുന്നത്, ആശ്വാസത്തോടെയാണ് എഴുതുന്നത്. പക്ഷെ 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ ആ ആശ്വാസം പൗലോസ് ലീഹായിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് 2 എഴുത്തുകൾ ചേർത്ത് വെച്ചതാണ് എന്ന്, 2 കൊരിന്ത്യർ ലേഖനം ഈ 2 എഴുത്തുകൾ ചേർത്ത് വെച്ചതാണ് എന്നൊരു പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോത്തിസിസ് ആണത്. അതാണ് ഈ 2 കൊരിന്ത്യർ ലേഖനത്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അന്നേരം നമ്മളിത് ഇത്രയും പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഒരു ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ടെക്സ്റ്റിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അതിപ്പോ ഏത് ടെക്സ്റ്റ് ആയാലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരാളോട് പറയുന്ന ഒരു വാചകം അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ. കോണ്ടെക്സ്റ്റ് അറിയാത്ത ഒരാള് ഇത് കേട്ട് കഴിഞ്ഞാൽ ആ അർത്ഥം അവർ മനസ്സിലാക്കത്തില്ല. എന്ന് പറയുന്ന പോലെ പൗലോസ് ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോണ്ടെക്സ്റ്റ് മാത്രമല്ല, അതിനൊരു പ്രീ ടെക്സ്റ്റ് കൂടെയുണ്ട്. ഈ പ്രീ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ടെക്സ്റ്റിന്റെ പിന്നിലുള്ള ഇമോഷനാണ്. അപ്പൊ ഒരു വാക്യം, അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ സംസാരിക്കാനുള്ള ഉണ്ടായ കാരണമുണ്ടല്ലോ, ആ കാരണമാണ് പ്രീ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ പ്രീ ടെക്സ്റ്റും കോണ്ടെക്സ്റ്റും കൂടെ ചേരുമ്പോഴാണ് ടെക്സ്റ്റിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. അന്നേരം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ 1 മണിക്കൂറായി അല്ലേ പറഞ്ഞു വന്നപ്പോഴത്തേക്ക്. ഇനി ആ ഇത് നമ്മൾ ഇനി അതിനകത്ത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൗലോസിലേക്ക് ശേഷം കൊരിന്ത്യ സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചാൽ, പൗലോസ് ലീഹായ്ക്ക് ശേഷം കൊരിന്ത്യ സഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞ ക്ലെമന്റിന്റെ 1-ാം ലേഖനം അവിടെ ഒരു പ്രധാനപ്പെട്ട റോളിലേക്ക് വരുന്നത്. അതായത് റോമിലെ ക്രൈസ്തവ സഭയിലുള്ള ആൾക്കാർ കൊരിന്ത്യയിലെ ക്രൈസ്തവ സഭയിലേക്ക് ഒരു ലെറ്റർ അയക്കുന്നതായിട്ട് 1-ാം നൂറ്റാണ്ടിലെ അവസാനത്തോടു കൂടി, അതാണ് ക്ലെമന്റിന്റെ 1-ാം ലേഖനം എന്ന് പറയുന്നത്. ആ ലെറ്റർ അയക്കുന്ന സാഹചര്യവും കൊരിന്ത്യ സഭയിൽ വീണ്ടും സ്പ്ലിറ്റ്സ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അവിടെ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അന്നേരം ആ കുഴപ്പങ്ങളുടെ സമയത്ത് കൊരിന്ത്യക്കാരെ ഉപദേശിക്കുകയാണ്, നിങ്ങൾ ആ കൊരിന്ത്യ ലേഖനത്തിൽ, അല്ലെങ്കിൽ പൗലോസ് ലീഹ നിങ്ങൾക്ക് എഴുതിയ ലേഖനങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് വായിച്ച് നിങ്ങൾ അതിന് തക്കവണ്ണം ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് പറയുന്നതാണ് ഈ 1-ാം ക്ലെമന്റിന്റെ 1-ാമത്തെ ലേഖനം എന്ന് പറയുന്നത്. അതിനുശേഷം 2-ാം നൂറ്റാണ്ടിൽ നിന്ന് നമുക്കൊരു തെളിവുണ്ട്. 2-ാം നൂറ്റാണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഡയനീഷ്യസ് എന്നൊരു ബിഷപ്പ് കൊരിന്ത്യയിൽ ഉണ്ടായിരുന്നതായിട്ട് പറയുന്നുണ്ട്. അത് യൗസേബിയസ് ഓഫ് സിസേറിയ, സഭാചരിത്രകാരൻ യൗസേബിയസ് അത് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററിക്കകത്ത് എഴുതുന്നതാണ്. അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഗതി, ഈ പൗലോസ് എഴുതുന്ന ലേഖനങ്ങളോടൊപ്പം തന്നെ ക്ലെമന്റ് എഴുതിയ ലേഖനങ്ങളും കൊരിന്ത്യയിലെ സഭ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായിട്ട് ഈ യൗസേബിയസ് സിസേറിയ എഴുതുന്നുണ്ട്. പിന്നെ 3-ാം നൂറ്റാണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് കൊരിന്ത്യ സഭയിലെ പല രക്തസാക്ഷികളുടെയും പേരുകൾ, അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. 4-ാം നൂറ്റാണ്ടാകുമ്പോൾ നമുക്കറിയാം സഭ സ്വതന്ത്രമാവുന്നു, ഇല്ലെങ്കിൽ സഭ ഇമ്പീരിയൽ ആയിട്ട് മാറുന്നു കുസ്തന്തീനോസിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അവിടെ വലിയ ബസലിക്കകളൊക്കെ പണിഞ്ഞു വരുന്നുണ്ട്. അന്നേരം അങ്ങനെയുള്ള ബസലിക്കകളുടെ എക്സ്കവേഷൻ റൂയിൻസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അന്നേരം ഒരു ആദ്യ നൂറ്റാണ്ടുകളിലെല്ലാം സ്ഥിരമായ ഒരു ക്രിസ്ത്യൻ പ്രസൻസ് ഈ കൊരിന്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് പൗലോസ് ലീഹായ്ക്ക് ശേഷമുള്ള കൊരിന്തിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് നിർത്താം. നിങ്ങൾക്ക് ഇത് കേട്ടിരുന്ന് നിങ്ങൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
അച്ഛാ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. സെക്കൻഡ് കൊരിന്ത്യൻ എഴുതിയത് നമ്മുടെ ആ തേർഡ് പെയിൻഫുൾ ആയിട്ടുള്ള മിസ്സിംഗ് ലെറ്ററും തീത്തോസിന്റെ ആ, റിപ്പോർട്ട്. എന്നിട്ട് അതെ. പക്ഷേ ഈ സെക്കൻഡ് കൊരിന്ത്യൻ ഈ ലെറ്റർ കൊരിന്ത്യർക്ക് അയച്ചു കൊടുക്കുന്നത് വീണ്ടും തീത്തോസിന്റെ കയ്യിലല്ലേ കൊടുത്തു വിടുന്നത്? തീത്തോസിന്റെ കയ്യിൽ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ 2 ടൈംസ് തീത്തോസ് വിസിറ്റ് ചെയ്തു കൊരിന്ത്യ. തീത്തോസ് 2 സമയത്ത് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് തീമോത്തിയോസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് അതിനുശേഷം തീത്തോസ് കൊരിന്ത്യൻസിൽ പറയും. ആ ഓക്കെ. രണ്ട് പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു തേർഡ് ടൈം പോൾ അവിടെ വീണ്ടും ചെല്ലുന്നുണ്ട്. പോള് ഈ തേർഡ് ടൈം അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ ആ കളക്ഷൻസ് അവിടുന്ന് സ്വീകരിച്ചുകൊണ്ട് യഹൂദിയിലെ സഭയ്ക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ സെക്കൻഡ് കൊരിന്ത്യൻസ് അവസാനിക്കാൻ നേരത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 13 അവസാനിപ്പിക്കുന്നത്. ഇനി ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ? സംശയങ്ങൾ ഇപ്പോഴെന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിലാണെങ്കിൽ ചോദിക്കാം. അച്ഛൻ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അച്ഛൻ ഇപ്പൊ പറഞ്ഞ അതിനകത്ത് പൗലോസ്ലീഹ അഡ്രസ് ചെയ്ത ഓരോ പ്രശ്നങ്ങളും നമ്മുടെ സഭയിൽ, നമ്മുടെ പള്ളിയിൽ, അല്ല പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ചിൽ ഇപ്പോഴും ഇറ്റ്സ് സ്റ്റിൽ പ്രിവെയിലിംഗ്. ഇപ്പം കല്യാണത്തിന്റെ ആയാലും പേഗൻ ഫുഡിന്റെ ആയാലും എവറി അതർ ടോപ്പിക് ദാറ്റ് യു സെഡ് ഇറ്റ്സ് സ്റ്റിൽ പ്രിവെയിലിംഗ്. സ്പിരിച്വൽ ഗിഫ്റ്റ്സിന്റെ കാര്യം പറഞ്ഞു, അതും അഡ്രസ് ചെയ്തായിരുന്നു. ആ സ്പിരിച്വൽ ഗിഫ്റ്റ്സിൽ സ്പീക്കിംഗ് ഇൻ ടങ്സ്, does our Orthodox Sabha believe in speaking in tongues? ഇത് ഷിനി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട, അത് നമ്മൾ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയേണ്ട ഒരു സംഗതിയാണ്. ഈ പ്രോബ്ലംസ് എല്ലാം തന്നെ ഇന്നത്തെ സഭയിലും ഉണ്ട്. ഈ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ സെക്ഷൽ മൊറാലിറ്റി അവിടെ ഉണ്ട്, ഈ ഗിഫ്റ്റുകൾ ഉപയോഗിക്കുന്നതുണ്ട്. ഈ സ്പീക്കിംഗ് ടങ്സിനെ പറ്റി പറയുമ്പോൾ പൗലോസ്ലീഹ പറയുന്ന അത് 1 കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ 12, 13, 14 ഈ 3 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി, അവിടെ പൗലോസ്ലീഹ പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഈ ഭാഷാവരം ഭാഷാവരം ഉള്ളവരുണ്ട്, പക്ഷെ ഭാഷാവരം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ഇന്റർപ്രറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹ ഭാഷാപരമായിട്ട് അർത്ഥമാക്കുന്നത് ഈ സംഗതി, ഞാൻ ഈ പറയുന്ന സംഗതിയാണ്. അതായത് പൗലോസ്ലീഹ എത്ര ഭാഷകൾ അറിയുന്ന ആളാണ്? എബ്രായ ഭാഷ, ഗ്രീക്ക്, ലാറ്റിൻ, കുറഞ്ഞത് 3 ഭാഷകൾ അറിയുന്ന ആളാണ്. അന്നേരം പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിലും വ്യാഖ്യാനി ഇല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹയെ സംബന്ധിച്ച് ഭാഷാവരം എന്ന് പറയുന്നത് വേറൊരു ഭാഷയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വന്ന് ഇംഗ്ലീഷും ഇറ്റാലിയനും അല്ലെങ്കിൽ ഗ്രീക്കും അറിയാവുന്ന ഒരാൾ ഗ്രീക്കിൽ സംസാരിക്കുന്നത് നോക്കുക, അതാണ് ഭാഷാവരം. ഗ്രീക്കിൽ പറയുന്ന ആള് പറയുമ്പോൾ അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക രീതിയിൽ ഇന്റർപ്രറ്റർ അവിടെ ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് മൾട്ടി ലാംഗ്വേജ് സ്പോക്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. യഹൂദന്മാർ അവിടെ ഉണ്ട്, ലാറ്റിൻ സംസാരിക്കുന്ന റോമിൽ നിന്ന് വന്നവരുണ്ട്, അതൊരു ഗ്രീക്ക് പട്ടണമായിരുന്നത് കൊണ്ട് ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. അന്നേരം നമുക്ക് വളരെ എവിഡന്റ് ആയിട്ടുള്ള ഒരു കാര്യം, 3 ലാംഗ്വേജിന്റെ പ്രസൻസ് അവിടെ ഉണ്ട്. അപ്പൊ ആ ലാംഗ്വേജുകൾ മാറി മാറി സംസാരിച്ചാൽ നിങ്ങൾ അത് ഇന്റർപ്രറ്റ് ചെയ്യുക കൂടെ വേണം. അതാണ് ഈ ഭാഷാപരം. നമ്മൾ ഇന്ന് ഭാഷാപരമായിട്ടില്ലെങ്കിൽ ടങ്സ് എന്ന് പറയുന്നത് ഈ അർത്ഥമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു തരം രീതിയാണ് ഇന്ന് ഭാഷാപരമായിട്ട് പലരും കൊണ്ടു നടക്കുന്നത്. അതല്ല ഭാഷാപരം. ഭാഷാപരം എന്ന് പറയുന്നത് ഒന്നിലധികം ഭാഷകൾ സംസാരിക്കുന്ന. ഇനി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് പോയിക്കേ, പെന്തിക്കോസ്തിയിൽ സംഭവിച്ചത്. അവിടെ ഏതാണ്ടൊരു 10-13 ലാംഗ്വേജ് ഏരിയയിൽ നിന്നുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് അവര് അത് പറഞ്ഞിട്ട് പറയുകയാണ്, പത്രോസ്ലീഹ അവിടെ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചത് അവർ ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയിൽ
മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ഹോളി സ്പിരിറ്റ് വാസ് ദ ഇന്റർപ്രറ്റർ ദെയർ ഇൻ പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് ദിവസം പരിശുദ്ധാത്മാവ് ഈ മനുഷ്യരുടെ എല്ലാം ഇന്റർപ്രറ്റർ ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. നിങ്ങൾ ഈ ഇന്റർനാഷണൽ കോൺഫറൻസിന് പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഇന്റർനാഷണൽ കോൺഫറൻസുകളിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ലാംഗ്വേജ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പറയണം. അപ്പൊ അവിടെ വരുന്ന സ്പീക്കർ ചിലപ്പം ഫ്രാൻസിൽ നിന്ന് വരുന്ന സ്പീക്കർ ആയിരിക്കും. അയാൾ ഫ്രഞ്ചിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ. നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് ആണ് രജിസ്ട്രേഷന്റെ സമയത്ത്. അന്നേരം നമുക്ക് തന്നിരിക്കുന്ന ഹെഡ്ഫോൺ നമ്മൾ ചെവി വെച്ചിട്ട് അത് ഓൺ ആക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ അത് ഇംഗ്ലീഷിലായിരിക്കും കേൾക്കുന്നത്, അല്ലെ? അവിടെ ജർമ്മനിയിൽ നിന്ന് വരുന്ന ആള് രജിസ്റ്റർ ചെയ്തേക്കുന്നത് ജർമ്മൻ ലാംഗ്വേജിലായിരിക്കും, അയാൾ കേൾക്കുന്നത് ജർമ്മനിയിലായിരിക്കും. ഇതാണ് ഇന്റർപ്രറ്ററുടെ റോൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇത് സാങ്കേതികമായിട്ട് ഇവിടെ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബോക്സിനകത്ത് ഇരുന്നുകൊണ്ട് അവര് ലൈവായിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ചെവിയിലിരിക്കുന്ന ഇയർഫോണിൽ അത് വരുന്നത്. അത് UN-ന്റെ ഒക്കെ കോൺഫറൻസുകൾ നടക്കുന്നിടത്തൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഇന്റർപ്രറ്ററുടെ റോൾ എന്ന് പറയുന്നത്. ഇന്റർപ്രറ്റർ വ്യാഖ്യാതാവ് ഇല്ലെങ്കിൽ ഭാഷാപരം വേണ്ട എന്നാണ് പറഞ്ഞത്. അവിടെ അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കണം, 12 അവസാനിക്കുന്നിടത്ത് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇനി അതിശ്രേഷ്ഠമായ ഒരു വരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് സ്നേഹത്തെ പറ്റി പറയുന്നത്. ഇനി സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഷയും മനസ്സിലാകും എന്ന് പൗലോസ്ലീഹ 13 അവിടെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതായി വരങ്ങളെ പറ്റി പൗലോസ്ലീഹ പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. വേറെ ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയങ്ങൾ ഇല്ലാത്ത സ്ഥിതിക്ക് അച്ഛാ ആദ്യം തന്നെ താങ്ക് യു ഫോർ ദാറ്റ് എൻലൈറ്റനിങ് ക്ലാസ്. ഇത്രയും നന്നായി നമുക്ക് ഏൻഷ്യന്റ് ഗ്രീസിന്റെ മാപ്പ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ എവ്രി വൺ ഓവർജോയ്ഡ് just as much I did. I thank the Lord for this beautiful class that He enabled us to have today. I'm overjoyed to learn more about the Corinthians in a way that we never could have learned. Probably we would have just read it. നമ്മൾ തന്നെ കൊരിന്ത്യരുടെ ലേഖനം വായിച്ച് പോകുമായിരുന്നെങ്കിൽ ഈ ഒരു പശ്ചാത്തലം അതിനുണ്ട് എന്ന് നമുക്ക് അറിയുമായിരുന്നു എന്നറിയില്ല. അതിൻ്റെ കണ്ടെക്സ്റ്റും പ്രീ ടെക്സ്റ്റും ഇമോഷൻസും ഒക്കെ അച്ഛൻ ഇന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിലിൽ പറഞ്ഞു തന്നു. ഈ ഒരു ക്ലാസ് നമുക്ക് അറേഞ്ച് ചെയ്ത് തന്ന തിരുമേനിക്കും എബിയച്ചനും നന്ദി പറയുന്നു. Thank you to all of you for having joined today. I know the time is a little over 10 minutes. But to be frank, നിനവയുടെ ലെൻറ്റ് ആയതിനാൽ സന്ധ്യാപ്രാർത്ഥനയും ഉണ്ട്, ചെയിൻ പ്രെയറും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഡൗട്ട്ഫുൾ ആയിരുന്നു ഇത്രയും പേരുണ്ടായിരിക്കുമോ എന്ന്. ബട്ട് സ്പെഷ്യൽ താങ്ക്സ് ടു ഓൾ ഓഫ് യു ഹു ഹാവ് ജോയിൻഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വൺസ് അഗൈൻ അച്ഛ, ആൻഡ് താങ്ക് യു എവ്രി വൺ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് കാണാം. Yeah, sure, definitely. Next week, same time. Okay. Good night. Okay. Good night.